ഹരിത വിവാദത്തിൽ നടപടി 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം. പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്കമാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുള്ള തീരുമാനമാകും ഉണ്ടാവുകയെന്നും സലാം അറിയിച്ചു. മുഹമ്മദ് ബഷീർ സാഹിബ്, KPA മജീദ് സാഹിബ്, MK മുനീർ സാഹിബ്, മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇവിടെ വെച്ച് ബന്ധപ്പെട്ടു. തീരുമാനമായിട്ടുണ്ട്. 3 മണിക്ക് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്കമാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഹരിത നേതാക്കൾക്കെതിരെ ഒരു നടപടിക്കാണോ സാധ്യതയുണ്ടാവുക? ദിവ്യ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിവാദം ഉണ്ടായത് മുതൽ തന്നെ PM സലാമിന്റെ പ്രതികരണം, അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും പ്രതികരിച്ചത് പാർട്ടി അച്ചടക്കം ലംഘിച്ചതായാണ് കാണുന്നത്. വനിതാ കമ്മീഷന് നൽകിയ പരാതി, അതിനുശേഷം ചർച്ചകൾ ഒരുപാട് നടന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ആ തരത്തിൽ തന്നെയാണ്. ഹരിതക്കെതിരെ നടപടി എന്നൊരു നിലപാടിനാണ് ഇപ്പോൾ ലീഗിൽ മേൽക്കൈ ലഭിച്ചിട്ടുള്ളത്. നടപടി എടുക്കരുതെന്ന് ലീഗിൽ തന്നെ മുതിർന്ന നേതാക്കന്മാരായ ET മുഹമ്മദ് ബഷീറും MK മുനീറും മായിൻ ഹാജി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടപടി വേണമെന്ന് ഉറച്ച നിലപാടിൽ നിന്നു. PK കുഞ്ഞാലിക്കുട്ടി ആ നിലപാടിനൊപ്പം നിന്നു. ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹരിത ആവശ്യപ്പെട്ടിരുന്നത് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ നടപടി വേണമെന്നായിരുന്നു. പക്ഷെ നടപടി പാടില്ല, നവാസിനെതിരെ നടപടി പാടില്ല എന്ന് സാദിഖ് അലി തങ്ങൾ നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പിന്നെ മറ്റൊരു പൊൻവഴിയില്ല, ഒരു വഴി മാത്രമേ ഉള്ളൂ, ഹരിതക്കെതിരെ നടപടി എന്നുള്ളത്. ഹരിതക്കെതിരെ നടപടിയെടുത്താൽ അവർ അത് കേസുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതില്ല. അത് ലീഗിൽ മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? ലീഗിന് വലിയ തലവേദന ഉണ്ടാക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ലീഗ് ഇത്രയും കാലം നേരിട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ഹരിത നേതാക്കൾ ഈ പരാതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വനിതാ ലീഗ് മാത്രമായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളിൽ അഭിമുഖീകരിച്ച ഒരു വനിതാ സംഘടന. പക്ഷേ പുതുതലമുറയിൽ ക്യാമ്പസുകളിൽ നിന്നും വന്ന വനിതാ നേതാക്കന്മാർ, പുതിയ തലമുറ വനിതാ നേതാക്കന്മാർ ഈ ചോദ്യം ഉന്നയിക്കുന്നത് ലീഗിന് അത് പരിചിതമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു പരാതി പരിഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഹരിത ഉന്നയിക്കുന്ന മറ്റ് പല വിഷയങ്ങളും അംഗീകരിച്ച് പോകേണ്ടി വരും എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്തും. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത നിലപാട്. ഈ നിലപാടിന് മേൽക്കൈ കിട്ടുന്നു വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ലീഗ് ഐക്യകണ്ഠമായി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗ് നേതൃത്വത്തിൽ തന്നെ പലർക്കും മറിച്ച അഭിപ്രായമുണ്ട്. ഹരിത നേതാക്കന്മാർ ഉന്നയിച്ച പരാതി പരിശോധിക്കണം, പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടുള്ളവരുണ്ട്. പക്ഷേ അത് മറികടന്നുകൊണ്ട് സാദിഖ് അലി തങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവും. ദിവ്യ സൂചിപ്പിച്ചതുപോലെ വനിതാ കമ്മീഷനിലാണ് പരാതിയുള്ളത്. പോലീസ് എത്തി മൊഴിയെടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ അവർ മൊഴി നൽകുകയും പരാതിയുമായി മുന്നോട്ട് പോയാൽ നിയമ നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ തരത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും ലീഗിന് വെല്ലുവിളി ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ തീരുമാനം. ആ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഏതായാലും 3 മണിക്ക് അതിന്റെ എന്തായിരിക്കും തീരുമാനം? 3 മണിക്ക് അറിയാം എന്ത് നിലപാടാണ് അല്ലെങ്കിൽ നടപടിയാണ്